ഫ്ലോട്ട് ലൈക്ക് എ ബട്ടർഫ്ലൈ, സ്റ്റിങ് ലൈക്ക് എ ബി. ചിത്രശലഭത്തെ പോലെ പറക്കുക, തേനീച്ചയെ പോലെ കുത്തുക. ലോക കായിക ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ വരികൾക്ക് പിന്നിൽ ഒരാളേ ഉള്ളൂ. ഇടിക്കൂട്ടിലെ രാജാവ് എന്നതിലുപരി വംശീയതയ്ക്കും അനീതിക്കുമെതിരെ പോരാടിയ വിപ്ലവകാരി. റിങ്ങിനകത്തും പുറത്തും തോൽക്കാൻ മനസ്സില്ലാതിരുന്ന ഒരേയൊരു മനുഷ്യൻ, മുഹമ്മദ് അലി. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെയും പോരാട്ടത്തിന്റെയും വിസ്മയിപ്പിക്കുന്ന ജീവിത കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലിറിക്സ് ഓഫ് ദ ലൈഫ്. അമേരിക്കയിലെ കെൻഡക്കിയിലുള്ള ലൂയിസ് വില്ലയിൽ കെസിയസ് മാർസലസ് ക്ലേയുടെയും ഒഡീസ ഗ്രാഡി ക്ലേയുടെയും മകനായി 1942 ജനുവരി 17 കെസിയസ് മാർസലസ് ക്ലേ ജൂനിയർ എന്ന മുഹമ്മദ് അലി ജനിക്കുന്നത്. ലൂയിസ് വില്ലിലെ സെൻട്രൽ ഹൈസ്കൂളിലായിരുന്നു അലി പഠിച്ചിരുന്നത്. പഠനകാര്യങ്ങളിൽ അദ്ദേഹം അല്പം പിന്നിലായിരുന്നു. വായനയിലും എഴുത്തിലും അദ്ദേഹം ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് പരസ്യങ്ങൾക്കെല്ലാം പെയിന്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹത്തിന്റെ 12-ാം വയസ്സിൽ നടന്ന ഒരു സൈക്കിൾ മോഷണമാണ് അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട ചുവന്ന സൈക്കിൾ മോഷ്ടിച്ചവനെ ദേഷ്യത്തോടെ തല്ലാൻ പുറപ്പെടുന്ന ബാലനായ അലിയോട് അയൽവാസിയും പോലീസുകാരനുമായ ജോ മാർട്ടിൻ പറഞ്ഞു, ആരെങ്കിലും തല്ലുന്നതിന് മുമ്പ് നീ ആദ്യം എങ്ങനെ അടിക്കണമെന്ന് പഠിക്കണം. ഈ വാക്കുകളാണ് ശരിക്കും പറഞ്ഞാൽ പിൽക്കാലത്ത് അദ്ദേഹത്തെ ബോക്സിംഗ് റിങ്ങിലെത്തിക്കുന്നത്. ജോ മാർട്ടിൻ ഒരു ബോക്സിംഗ് പരിശീലകൻ കൂടിയായിരുന്നു. അദ്ദേഹം അലിയെ തന്റെ ജിമ്മിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും വെറും 6 ആഴ്ചത്തെ പരിശീലനത്തിന് ശേഷം അലി തന്റെ ആദ്യ അമേച്ചർ മത്സരത്തിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തു. പ്രൊഫഷണൽ ബോക്സിംഗിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അലി തന്റെ കഴിവ് തെളിയിച്ചിരുന്നു. 108 അമേച്ചർ മത്സരങ്ങളിൽ 100 എണ്ണത്തിലും അദ്ദേഹം വിജയിച്ചു. 1960 ഒക്ടോബർ 29 കാഷ്യസ് ക്ലേ എന്ന പേരിൽ അദ്ദേഹം ആദ്യമായി ഒരു പ്രൊഫഷണൽ ബോക്സറായി റിങ്ങിലെത്തിയത്. എതിരാളി ടണ്ണി ഹൻസേക്കർ ഒരു പോലീസ് ഓഫീസർ കൂടിയായിരുന്നു. കെൻഡക്കിയിലെ ലൂയിസ് വില്ലിയിലുള്ള ഫ്രീഡം ഹാളിൽ വെച്ചായിരുന്നു പോരാട്ടം. 6 റൗണ്ടുകൾ നീണ്ട കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഏകകണ്ഠമായ തീരുമാനത്തിലൂടെ അലി ആ മത്സരം വിജയിച്ചു. ഈ മത്സരത്തിന് അലിക്ക് ലഭിച്ച പ്രതിഫലം $2000 ആയിരുന്നു. 1960 തന്റെ 18-ാം വയസ്സിൽ റോം ഒളിമ്പിക്സിൽ ലൈറ്റ് ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടി അലി ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. എന്നാൽ അമേരിക്കയിലെ വംശീയ വിവേചനം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. നാട്ടിൽ തിരിച്ചെത്തിയ അലിക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വിളമ്പാൻ വിസമ്മതിച്ചപ്പോൾ തന്റെ ഒളിമ്പിക് മെഡൽ അദ്ദേഹം ഒഹിയോ നദിയിൽ എറിഞ്ഞതായി പറയപ്പെടുന്നു. 1964 ഫെബ്രുവരി 25 ബോക്സിംഗ് ലോകം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അട്ടിമറികളിലൊന്ന് നടന്ന ദിവസം. സ്ഥലം മിയാമി ബീച്ച്. എതിരാളി അന്നത്തെ ലോക ചാമ്പ്യനായിരുന്ന ഏവരുടെയും പേടി സ്വപ്നമായ സോണി ലിസ്റ്റൺ. ക്രൂരമായ പഞ്ചുകൾക്കും കരുത്തിനും പേരുകെട്ട ലിസ്റ്റനെ എല്ലാവരും ഭയപ്പെട്ടിരുന്നു. ഭൂരിഭാഗം ആളുകളും കരുതിയത് ലിസ്റ്റൺ അലിയെ നിഷ്പ്രയാസം തോൽപ്പിക്കുമെന്നായിരുന്നു. 8-1 എന്ന തോതിലായിരുന്നു ബെറ്റിംഗ് റേറ്റ് ലിസ്റ്റന് അനുകൂലമായിരുന്നത്. അന്ന് നടന്ന പോരാട്ടത്തിൽ അലി തന്റെ അസാമാന്യ വേഗതയും ബുദ്ധിയും ഉപയോഗിച്ച് ലിസ്റ്റന്റെ കരുത്തുറ്റ ഇടികളിൽ നിന്ന് തന്ത്രപരമായി ഒഴിഞ്ഞുമാറി. 4-ാം റൗണ്ടിൽ അലിയുടെ കണ്ണിൽ എന്തോ ലായനി കലരുകയും കാഴ്ച മങ്ങുകയും ചെയ്തെങ്കിലും അദ്ദേഹം പിന്മാറിയില്ല. എന്നാൽ 7-ാം റൗണ്ട് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് തോളിലെ പരിക്ക് കാരണം ലിസ്റ്റൺ പിന്മാറുകയായിരുന്നു. അങ്ങനെ 22-ാം വയസ്സിൽ കാഷ്യസ് ക്ലേ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനായി. വിജയിച്ച ഉടനെ റിങ്ങിൽ തുള്ളിച്ചാടിക്കൊണ്ട് അലി മാധ്യമപ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞു, ഐ ആം ദി ഗ്രേറ്റസ്റ്റ്, ഐ ഷുക്ക് അപ്പ് ദ വേൾഡ്. ഞാനാണ് ഏറ്റവും മികച്ചവൻ, ഞാൻ ലോകത്തെ വിറപ്പിച്ചു. 1964 സോണി ലിസ്റ്റനെ നേരിടാൻ ഇറങ്ങുമ്പോൾ വെറും 22 വയസ്സായിരുന്നു അലിയുടെ പ്രായം. കരുത്തനായ ലിസ്റ്റന് മുന്നിൽ അലി വീണുപോകുമെന്ന് കരുതിയവർക്ക് മുന്നിൽ അദ്ദേഹം തന്റെ അതിവേഗ നീക്കങ്ങളിലൂടെ വിസ്മയം തീർത്തു. 7-ാം റൗണ്ടിൽ ലിസ്റ്റൺ പരാജയം സമ്മതിച്ചപ്പോൾ ലോകം കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ ഹെവി വെയ്റ്റ് ചാമ്പ്യനായി അലി മാറി. ആ വിജയത്തിന് ശേഷമാണ് അദ്ദേഹം തന്റെ പേര് മുഹമ്മദ് അലി എന്ന് മാറ്റിയതായി പ്രഖ്യാപിച്ചത്. കാഷ്യസ് ക്ലേ എന്നത് എന്റെ അടിമപ്പേരാണെന്നും എനിക്കിനി അത് വേണ്ടെന്നും അദ്ദേഹം ഉറച്ച നിലപാടെടുത്തു. അമേരിക്കയിൽ ചെറുപ്പക്കാർക്ക് സൈനിക സേവനം നിർബന്ധമാണ്. 1967 ഏപ്രിൽ 28 നടന്ന പട്ടാള റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ തന്റെ പേര് വിളിച്ചപ്പോൾ മുന്നോട്ട് വരാതിരുന്ന മുഹമ്മദ് അലി എന്ന ബോക്സർ രാഷ്ട്രീയ കായിക രംഗത്ത് അന്ന് ചർച്ചയായിരുന്നു. തന്റെ വിശ്വാസം തന്നെ യുദ്ധം ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞു തുടങ്ങിയ മുഹമ്മദ് അലി പിന്നീട് വിവേചനത്തിനും അനീതിക്കുമെതിരെയുള്ള പോരാട്ടത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. എന്റെ മനസ്സാക്ഷി എന്റെ സഹോദരങ്ങളെയോ കൂടുതൽ കറുത്തവരെയോ പാവങ്ങളെയോ വിശക്കുന്നവരെയോ വലിയ ശക്തരായ അമേരിക്കയ്ക്ക് വേണ്ടി വെടിവെച്ച് കൊല്ലാൻ അനുവദിക്കുന്നില്ല. ഞാൻ എന്തിനു വേണ്ടി അവരെ വെടിവെച്ച് വീഴ്ത്തണം? അവരെന്നെ നീഗ്രോ എന്ന് വിളിച്ചിട്ടില്ല.
എന്നോട് ക്രൂരമായി പെരുമാറിയിട്ടുമില്ല എന്നെല്ലാം ന്യായങ്ങൾ നിരത്തി നിർബന്ധിത പട്ടാള സേവനം ചെയ്യാതിരുന്ന അലിയുടെ ചാമ്പ്യൻ പട്ടങ്ങളെല്ലാം അമേരിക്ക തിരിച്ചെടുത്തു. 5 വർഷത്തെ തടവും $10,000 പിഴയുമാണ് അലിക്ക് അന്ന് വിധിച്ചത്. കരിയറിന്റെ ഏറ്റവും മികച്ച സമയത്തായിരുന്നു ഈ വിലക്ക്. തുടർന്ന് നൽകിയ അപ്പീലിന്മേൽ സ്വതന്ത്രനാക്കപ്പെട്ട മുഹമ്മദ് അലി കോളേജ് ക്യാമ്പസുകളിൽ യുദ്ധവിരുദ്ധ പ്രചാരണങ്ങളുമായി ശ്രദ്ധേയനായി. എന്റെ ശത്രുക്കൾ വെള്ളക്കാർ തന്നെയാണ്, ജപ്പാനികളോ വിയറ്റ്നാമികളോ അല്ല. എന്റെ സ്വാതന്ത്ര്യത്തിന് നിങ്ങളെതിരാണ്, എന്റെ നീതിക്ക് നിങ്ങളെതിരാണ്, എന്റെ സമത്വത്തിന് നിങ്ങളെതിരാണ്. എന്റെ വിശ്വാസങ്ങൾക്ക് വേണ്ടി ഇവിടെ അമേരിക്കയിൽ നിങ്ങൾക്ക് നിലകൊള്ളാനാവുന്നില്ല. ഞാൻ എവിടെയെങ്കിലും പോയി മെഡൽ വാങ്ങണമെന്ന് മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവിടെ അമേരിക്കയിൽ എൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്കാവുന്നില്ല. ഇതെല്ലാമായിരുന്നു മുഹമ്മദ് അലിയുടെ നിലപാട്. 1971 സുപ്രീം കോടതി വിധിയിലൂടെ അലി വീണ്ടും തിരിച്ചെത്തി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം അലി ആദ്യം നേരിട്ടത് ജെറി ക്വാറിയെയാണ്. അലിക്ക് പഴയ വേഗതയുണ്ടോ എന്ന് ലോകം ഉറ്റുനോക്കിയ മത്സരം. എന്നാൽ വെറും 3 റൗണ്ടുകൾക്കുള്ളിൽ അലി അന്ന് വിജയിച്ചു. താൻ തിരിച്ചുവന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. അലിക്ക് തന്റെ കിരീടം തിരിച്ചു പിടിക്കണമായിരുന്നു. 1971 അന്ന് ചാമ്പ്യനായിരുന്ന ജോ ഫ്രേസിയറുമായി അലി ഏറ്റുമുട്ടി. 15 റൗണ്ടുകൾ നീണ്ട രക്തരൂക്ഷിതമായ പോരാട്ടത്തിനൊടുവിൽ അലി പരാജയപ്പെട്ടു. അലിയുടെ പ്രൊഫഷണൽ കരിയറിലെ ആദ്യത്തെ പരാജയമായിരുന്നു ഇത്. പക്ഷേ അതിലൊന്നും അദ്ദേഹം തളർന്നില്ല. തന്റെ പിഴവുകൾ മനസ്സിലാക്കി നഷ്ടപ്പെട്ട കിരീടം തിരിച്ചു പിടിക്കാൻ അദ്ദേഹം കഠിന പ്രയത്നം തന്നെ നടത്തി. 1974 സ്ഥലം ആഫ്രിക്കയിലെ സൈറെ. അലിയുടെ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചുവരവ് നടന്നത് ഇവിടെയാണ്. എതിരാളി അന്നത്തെ ആർക്കും തോൽപ്പിക്കാനാവാത്ത ചാമ്പ്യൻ ജോർജ് ഫോർമാൻ. റംബിൾ ഇൻ ദ ജംഗിൾ എന്ന് വിളിപ്പേരിട്ട ആ മത്സരത്തിൽ ഫോർമാന്റെ അതിശക്തമായ പഞ്ചുകളെ നേരിടാൻ അലി പുതിയ ഒരു തന്ത്രം പ്രയോഗിച്ചു. റോപ്പ് എ ഡോപ്പ്. റിങ്ങിലെ കയറുകളിൽ ചാരി നിന്ന് ഫോർമാനെ കൊണ്ട് നിരന്തരം ഇടിപ്പിക്കുക എന്ന തന്ത്രം. അങ്ങനെ ഫോർമാൻ തളരുന്നതുവരെ അലി പ്രതിരോധിച്ചു നിന്നു. അങ്ങനെ ആ തന്ത്രം ഫലിക്കുകയും ചെയ്തു. 8ാം റൗണ്ടിൽ തളർന്നു പോയ ഫോർമാനെ ഒരു മിന്നൽ പ്രഹരത്തിലൂടെ അലി നോക്കൌട്ട് ചെയ്തു. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് 7 വർഷങ്ങൾക്ക് ശേഷം അലി തന്റെ ലോക കിരീടം തിരിച്ചു പിടിക്കുകയും ചെയ്തു. പിന്നീട് 1978 ഫെബ്രുവരിയിൽ നടന്ന മത്സരത്തിൽ അന്നത്തെ യുവതാരമായിരുന്ന ലിയോൺ സ്പിങ്സിനോട് അലി അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടു. എന്നാൽ 6 മാസത്തിന് ശേഷം നടന്ന റീമാച്ചിൽ അലി ശക്തമായി തിരിച്ചു വരികയും സ്പിങ്സിനെ 15 റൗണ്ട് നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ ഏകകണ്ഠമായ തീരുമാനത്തിലൂടെ അലി വിജയിക്കുകയും ചെയ്തു. ഈ വിജയത്തോടെ ഹെവി വെയ്റ്റ് കിരീടം 3 തവണ സ്വന്തമാക്കുന്ന ലോകത്തിലെ ആദ്യ ബോക്സറായി മുഹമ്മദ് അലി മാറി. ലിയോൺ സ്പിങ്സിനെ പരാജയപ്പെടുത്തി 3ാം തവണയും ലോക ചാമ്പ്യനായ ശേഷം 1979 അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണവും തന്റെ കിരീടം തിരിച്ചുപിടിക്കാനുമായി അദ്ദേഹം 1980 വീണ്ടും റിങ്ങിലെത്തി. പക്ഷേ ലാറി ഹോംസിനോട് ഏറ്റുമുട്ടിയ ആ മത്സരത്തിൽ അലിക്ക് കടുത്ത പരാജയം നേരിട്ടു. ഒടുവിൽ 1981 ഡിസംബർ 11 ട്രെവർ ബെൽബിക്കിനോട് പരാജയപ്പെട്ടതിന് ശേഷം 39ാം വയസ്സിൽ അദ്ദേഹം ഔദ്യോഗികമായി തന്നെ ബോക്സിംഗിൽ നിന്ന് വിരമിച്ചു. വിരമിക്കുന്നതിന് മുമ്പ് തന്നെ അലിയുടെ ആരോഗ്യത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമായിരുന്നു. സംസാരത്തിലെ അവ്യക്തതയും ചലനങ്ങളിലെ വേഗതക്കുറവും പലരും ശ്രദ്ധിച്ചിരുന്നു. വിരമിച്ച് 3 വർഷങ്ങൾക്ക് ശേഷം 1984 അദ്ദേഹത്തിന് പാർക്കിൻസൺസ് രോഗമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ബോക്സിംഗ് മത്സരങ്ങൾക്കിടയിലെ തലയിലേറ്റ പ്രഹരങ്ങളാണ് രോഗത്തിന് കാരണമായതെന്ന് ഡോക്ടർമാർ വിശ്വസിക്കുന്നു. രോഗം തന്റെ ശബ്ദത്തെയും ശരീരത്തെയും തളർത്തിയെങ്കിലും അലി തളർന്നിരുന്നില്ല. പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായി ലോകമെമ്പാടും സഞ്ചരിച്ചു. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ വിറക്കുന്ന കൈകളോടെ അദ്ദേഹം ദീപം തെളിയിച്ചത് ലോകത്തെ കണ്ണീരണിയിച്ച നിമിഷങ്ങളായിരുന്നു. 32 വർഷത്തോളം ഈ രോഗത്തോട് പോരാടിയ അദ്ദേഹം 2016 ജൂൺ 3 തൻ്റെ 74ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഞാൻ എൻ്റെ ശരീരത്തിനുള്ളിൽ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്, പക്ഷേ എൻ്റെ മനസ്സ് ഇപ്പോഴും ശക്തമാണ്. തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് അലി ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കൽ കൂടി വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു താരത്തിൻ്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.